ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് കൂന്തൽ തോരനാണ്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവയിലേക്ക് പച്ചമുളകും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂന്തൽ തോരൻ കുക്കറിൽ വെക്കുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് അടുപ്പിലത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റിയിട്ട് വരണം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 പിടി തേങ്ങ, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഗരം മസാല പൊടിച്ചതും, പിന്നെ 2-3 അല്ലി ഉള്ളിയും, പിന്നെ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൂന്തലൊക്കെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ബാക്കിയുള്ള വെള്ളത്തിൽ നമ്മൾ അരപ്പ് ഒന്ന് വെന്തിട്ട് വരണം. ഇപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ ഒരു കളർ ചേഞ്ച് ആവാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അതും കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കണവ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് ഈ കൂന്തളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ എല്ലാം തന്നെ അങ്ങ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് വെന്തിട്ട് വരുമ്പോൾ ചുരുങ്ങി ചെറുതായിട്ട് വരും. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഒതുക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് നോക്കുക അതുപോലെ വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് മൂടി വെച്ച് തന്നെ വേവിക്കാതെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു വലിയ പിടി അളവിൽ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മസാലയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടെ മസാല ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു വലിയ സവാളയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കൂന്തൽ ഡ്രൈ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒഴിച്ച് കറിക്ക് വേണ്ടിയിട്ട് മോര് കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കട്ട തൈരും കൂടെ ഒഴിച്ചിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത്
ഇത് റെഡിയായി. അപ്പം ഇനി ഇതൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരു തോരനും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താ ടിഫിൻ ബോക്സിലേക്ക് ചോറിട്ടു, നമ്മൾ ഡ്രൈ ഫ്രൈ വെച്ച് കൊടുത്തു. പിന്നെ തോരനും കൂന്തൽ തോരനും പിന്നെ ക്യാരറ്റും പയറും കൂടെ വെച്ചിട്ടാണ് ഞാൻ തോരൻ തയ്യാറാക്കിയത്. അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് മോര് കറിയും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മൂടിയൊക്കെ വെച്ച് അടച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.